نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാർ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവർത്തനങ്ങൾ പാഴായി പോവുക എന്നത് വിഷമമുള്ള കാര്യം തന്നെയാണ്. ധാരാളമായി സമ്പാദിച്ചതിന് ശേഷം ഒരിക്കലും വിചാരിക്കാത്ത രൂപത്തിൽ ആ പണം കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്നത് എത്രത്തോളം പ്രയാസം വരുത്തും. ഒരു വലിയ തീസീസൊക്കെ എഴുതി അതൊക്കെ സബ്മിറ്റ് ചെയ്യാൻ സമയത്ത് അത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും അവസ്ഥ? വർഷങ്ങളുടെ അധ്വാനം വെറുതെയാവും. അതേപോലെ തന്നെയാണ് ദുനിയാവിൻ്റെ അവസ്ഥയും. ചെയ്ത ജോലിക്ക് പ്രതിഫലം ലഭിക്കാത്തതിന് കാരണം ആ കാരണം കൊണ്ട് കേസിന് പോകുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതേപോലെ തന്നെ നാളെ പരലോകത്തെത്തുമ്പോൾ മരണശേഷം നമ്മളിവിടെ നമസ്കരിച്ച് നമസ്കാരവും നോമ്പും സക്കാത്തുമൊന്നും അല്ലാഹു തആല സ്വീകരിക്കാതിരുന്നാൽ എത്രത്തോളം വലിയ നഷ്ടത്തിലായിരിക്കും നമ്മൾ ഓരോരുത്തരും ഉണ്ടായിരിക്കുക. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഹൽ അതാക ഹദീസുൽ ഗാശിയ, നബിയെ, ആ മൂടുന്ന സംഭവത്തെ പറ്റി നിനക്ക് വർത്തമാനം വന്നു കിട്ടിയിട്ടുണ്ടോ? അന്നത്തെ ദിവസം ചില മുഖങ്ങൾ താഴ്മ കാണിക്കുന്നതായിരിക്കും. പണിയെടുത്ത് ക്ഷീണിച്ചവയുമായിരിക്കും. പണിയെടുത്തിട്ട് ക്ഷീണം വന്നിട്ട് നാളെ പരലോകത്തെത്തുമ്പോൾ ചൂടേറിയ അഗ്നിയിൽ അവർ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ്. ശരിയായ പ്രവർത്തനം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബായിലാണുള്ളത്. അഥവാ പ്രവാചകനെ പിന്തുടരുക എന്നതാണ് ഇസ്ലാമിലെ പ്രവർത്തനങ്ങൾ ശരിയാക്കാനുള്ള ഏക മാർഗം. ആ മാർഗത്തിലേക്ക് തിരിച്ചു വരുന്നവരാണ് സ്വർഗത്തിന്റെ ആളുകളായിട്ട് മാറുക. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നബിയെ പറയുക, കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീരുന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഐഹിക ജീവിതത്തിൽ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരത്രയവർ. എങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് ആ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചേരാത്തവർ. അവർ വിചാരിക്കുന്നതാവട്ടെ അവർ ചെയ്യുന്നത് നല്ല പ്രവർത്തനങ്ങളാണ് എന്നാണ്. ശിർക്കിന്റെയും ബിദഅത്തിന്റെയും ആളുകളൊക്കെ
വിചാരിക്കുന്നത് ഞങ്ങൾ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നാണ്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകുന്നത് അവരറിയുന്നുമില്ല. പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകാത്തവർക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ച ഭവനമാണ് സ്വർഗം. അഥവാ തനിക്ക് ലഭിച്ച പ്രതിഫലങ്ങൾ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുകയും പ്രതിഫലം ലഭിക്കാൻ യോഗ്യമായ പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്തവരാണ് വിജയികൾ. ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനാണ് വിജയി. അപ്പോൾ ആ നരകത്തിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യപ്പെടുന്നുവോ അവനാണ് വിജയം നേടുന്നത്. ഈ ഐഹിക ജീവിതം എന്നത് മത്താഉൽ ഗുറൂറാണ്, വഞ്ചിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ സ്വർഗവും നരകവും സൃഷ്ടിച്ചിട്ടില്ലെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സ്വർഗവും നരകവും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അവ രണ്ടും ഇന്ന് ഉണ്മയുടെ ലോകത്തുള്ളതാണ്. ഈ വിഷയത്തിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഏക അഭിപ്രായമുണ്ട്. അവർ ഈ വിശ്വാസത്തിലാണ്. മുഅ്തസിലികളും ഖദരിയാക്കളും ഒക്കെയാണ് ഈ വിശ്വാസത്തെ, സ്വർഗം സൃഷ്ടിക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ നിഷേധിക്കുന്നത്. അല്ലാഹു അന്ത്യനാളിലാണ് സ്വർഗത്തെ സൃഷ്ടിക്കുക, നരകത്തെ സൃഷ്ടിക്കുക എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വർഗം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നതിന് ധാരാളം തെളിവുകൾ ഖുർആനിൽ നിന്ന് തന്നെ എടുത്തു കാണിക്കാൻ പറ്റും. കല്ലുകളും മനുഷ്യരും കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അത് കാഫിരീങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ് എന്ന് അല്ലാഹു ഖുർആനിലൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും ആകാശഭൂമികളോളം വിശാലമായ സ്വർഗവും നേടിയെടുക്കാൻ ധൃതിപ്പെട്ട് മുന്നോട്ട് വരിക. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരുക്കി വെക്കപ്പെട്ടതാണ് സ്വർഗം. അപ്പോൾ ഒരുക്കി വെച്ചു എന്നത് ഖുർആൻ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. إن كان من أهل الجنة فمن أهل الجنة وإن كان من أهل النار فمن أهل النار ويقال هذا مقعد حتى يبعثك الله يوم القيامة. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരാൾ മരിച്ചു ഖബറിലായാൽ ബർസഖിലായാൽ അയാൾക്ക് രാവിലെയും വൈകുന്നേരവും അയാൾക്ക് അയാളുടെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലെ ഇരിപ്പിടം, നരകത്തിലാണെങ്കിൽ നരകത്തിലെ ഇരിപ്പിടം കാണിച്ചു കൊടുക്കും. എന്നിട്ട് അയാളോട് പറയും, ഹാദാ മഖഅദുക, ഇതാണ് നിനക്കുള്ള സ്ഥാനം. ഹത്താ യബഅതക അല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് വരെ. ഞാൻ അറിഞ്ഞത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ കൂടുതൽ കരയുകയും കുറച്ചു മാത്രം ചിരിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലൗ റഅയ്തും മാ റഅയ്ത, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീല, നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ. വലബകൈതും കതീറ, ധാരാളം കരയുകയും ചെയ്യും. ഖാലൂ, അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വമാ റഅയ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് താങ്കൾ കണ്ടത്? ഖാല റഅയ്തുൽ ജന്നത വന്നാർ, ഞാൻ സ്വർഗ്ഗം കണ്ടു, നരകം കണ്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. എന്താണ് സ്വർഗ്ഗം? എന്റെ സജ്ജനങ്ങളായ അടിയാന്മാർക്ക് വേണ്ടി ഏതൊരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, വലാ ഉദ്നുൻ സമഅത്, ഏതൊരു കാതും കേട്ടിട്ടില്ലാത്തതും, വലാ ഖതറ അലാ ഖൽബിൽ ബശർ, മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ലാത്തതുമായ വസ്തുക്കൾ ഒരുക്കി വെച്ച സ്ഥലമാണ് സ്വർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയുന്നതായി പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പാരായണം ചെയ്യുക. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയ്യുൻ, കൺകുളിർമയ്ക്ക് വേണ്ടി എന്തെല്ലാമാണ് ഞാൻ ഗോപ്യമാക്കി വെച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയില്ലെന്ന് ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞ വാചകം എടുത്തു ധരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത,
ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിലും തോന്നിയിട്ടില്ലാത്ത അത്രയും ഭംഗിയായി സ്വർഗത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗത്തിലെ ഒരു വടിവെക്കുന്ന സ്ഥലത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താണ്? മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറു മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗത്തിൽ ഒരു ചാട്ട വെക്കുവാനുള്ള സ്ഥലം അഥവാ ഒരു വടി വെക്കുവാനുള്ള സ്ഥലം ഈ ഇഹലോകത്തെക്കാളും ഇഹലോകത്തുള്ളതിനേക്കാളും ഉത്തമമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. എത്ര നിസ്സാരമാണ് ഒരു വടി വെക്കാനുള്ള സ്ഥലം! അത് വെക്കാനുള്ള സ്ഥലം പോലും ദുനിയാവിൽ അതിലുള്ളതിനേക്കാളും ശ്രേഷ്ഠമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സ്വർഗം വിശാലമാണ്, അതിവിശാലമാണ് സ്വർഗം. മൻ ആമന ബില്ലാഹി വറസൂലിഹി, ആരല്ലാഹുവിലും പ്രവാചകനിലും വിശ്വസിക്കുന്നുവോ, വഅഖാമസ്സലാ, നമസ്കാരം നിലനിർത്തുന്നുവോ, വസാമ റമദാൻ, റമദാനിൽ നോമ്പ് നോൽക്കുന്നുവോ, കാന ഹഖ്ഖൻ അലല്ലാഹി അയ്യുദ്ഖിലൽ ജന്ന ഹാജറ ഫീ സബീലില്ലാഹ്. അല്ലാഹു അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൽ ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നു. അവൻ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോയാലും ശരി, അതല്ല താൻ ജനിച്ച ഭൂമിയിൽ തന്നെ അവൻ ഇരുന്നാലും ശരി, ജനിച്ച നാട്ടിൽ തന്നെ ഇരുന്നാലും ശരി. ഖാലൂ യാ റസൂലല്ലാഹ്, സഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അഫലാ നുനബ്ബിഉ നാസു ബിദാലിക, ജനങ്ങൾക്ക് വേണ്ടി അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. ഖാല ഇന്ന ഫിൽ ജന്നതി ബഅതു ദറജat അഅദ്ദഹാ ലില്ലാഹി മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വിവരം അറിയിച്ചു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം സ്വർഗ്ഗത്തിൽ 100 പദവികളുണ്ട്. അവയെല്ലാം അല്ലാഹു അവന്റെ മാർഗത്തിലുള്ള മുജാഹിദീങ്ങൾക്ക് ഒരുക്കി വെച്ചതാണ്, അഥവാ ജിഹാദ് ചെയ്യുന്നവർക്ക് ഒരുക്കി വെച്ചതാണ്. കുല്ലു ദറജതൈനി മാ ബൈനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികൾ എത്ര അകലത്തിലാണോ അത്രയും അകലമുണ്ട് ആ 2 ദറജകൾക്ക് തമ്മിൽ. ഫൈദാ സഅൽതും, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ ഫസ്അലൂഹുൽ ഫിർദൗസ്, ഫിർദൗസിനെ തന്നെ നിങ്ങൾ ചോദിക്കണം. കാരണം ഫിർദൗസ് അത് സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള, സ്വർഗത്തിലെ അത്യുന്നതമായ സ്ഥലമാണ്. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥലം, സ്വർഗത്തിന്റെ മധ്യത്തിലുള്ള സ്ഥലം. അതിന്റെ മുകളിലാണ് പരമകാരുണ്യകനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അർശ് ഇരിക്കുന്നത്. അതിൽ നിന്നാണ് സ്വർഗീയ നദികൾ പൊട്ടിയൊഴുകുന്നത്. സ്വർഗം നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? സ്വർഗം നിർമ്മിച്ചതിനെ കുറിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു, റസൂലേ, താങ്കൾ സ്വർഗത്തെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞാലും അതിന്റെ നിർമ്മാണം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താല്പര്യം ജനിക്കുന്ന വിധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാകുന്ന, ആഗ്രഹമുണ്ടായി പരിശ്രമിക്കുന്ന വിധത്തിൽ സ്വർഗത്തെ കുറിച്ച് വിവരണം തന്നു. ലബിനത്തും മിൻ ദഹബ്, സ്വർണ്ണത്താലുള്ള ഇഷ്ടികകളുണ്ട് അതിൽ. വലബിനത്തും മിൻ ഫിദ്ദ, അതിനെ ഉണ്ടാക്കിയത് വെള്ളിയാലുള്ള ഇഷ്ടികകൾ കൊണ്ടാണ്. മിലാത്തുഹാ മിസ്കുൽ അദ്ഫർ, അവക്കിടയിൽ വെക്കാനുള്ള സിമന്റ് പോലെയുള്ള പദാർത്ഥം സുഗന്ധമേറിയ കസ്തൂരിയാണ്. ഫാസ്ബാഉഹാ യാഖൂതു വല്ലുലു വതുർബതുഹാ വർസു വസ്സഗ്ഫറാൻ മയ്യദുഖുലുഹാ യദുഖുലു യഖ്ലുദു ലാ യമൂത് വയൻഅമു ലാ യബ്അസ് വയുബ്ലാ ശബാബുഹും വലാ തുഖറഖു സിയാബഹും. അതിലെ കല്ലുകൾ മുത്തും പവിഴങ്ങളുമാണ്. സ്വർഗത്തിലെ കല്ലുകൾ, സ്വർഗത്തിലെ ഇഷ്ടികകൾ സ്വർണവും വെള്ളിയുമാണെങ്കിൽ അതിലെ മുത്തും പവിഴവുമാണ് അതിലെ ചരൽ കല്ലുകൾ. അതിലെ മണ്ണാകട്ടെ കുങ്കുമവും വർസുമാണ്. മഞ്ഞ നിറമുള്ള ഒരു തരം സുഗന്ധമുള്ള ഒരു മണ്ണാണ് അവിടെയുള്ളത്. കുങ്കുമ നിറമുള്ള മണ്ണാണ് അതിലുള്ളത്. അതിൽ പ്രവേശിക്കുന്നവൻ നിത്യവാസിയായിരിക്കും. അതിലവൻ മരണപ്പെടുകയില്ല. അവൻ നിത്യസുഖത്തിലായിരിക്കും. അതിനവൻ ദുരിതപ്പെടുകയില്ല. അതിനവൻ യുവാവായിരിക്കും. അവന്റെ യൗവനം ഒരിക്കലും നശിക്കുകയില്ല. അവന്റെ വസ്ത്രം ജീർണിക്കുകയുമില്ല. സ്വർഗത്തിന് കവാടങ്ങളുണ്ടെന്ന് സൂറത്തുൽ റഅദ് 23, 24 വാചകങ്ങളിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്നു. ജന്നാത്തു ആദിനി യദ്ഖുലൂനഹാ
ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. അതായത് സ്ഥിരവാസത്തിനുള്ള സ്വർഗ്ഗത്തോപ്പുകൾ അവരും അവരുടെ പിതാക്കളിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും സദ്വൃത്തരായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കുന്നതാണ്. മലക്കുകൾ എല്ലാ വാതിലിലൂടെയും അവരുടെ അടുക്കൽ കടന്നു വരും. എന്നിട്ട് അവർ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർതും വനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിന്റെ ഫലമായി സമാധാനം. അപ്പോൾ അന്തിമഗൃഹം അഥവാ സ്വർഗം എത്ര നല്ലതാണ്. മനുഷ്യൻ അവസാനം ചെന്നു ചേരാനുള്ള വീട്, ഭവനമാണ് സ്വർഗമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിന് 8 കവാടങ്ങളാണ് സ്വർഗത്തിനുള്ളത്. വല്ലദീ നഫ്സി ബിയദിഹി ഇന്നമാ മാ ബൈന മിസ്റാഇനി أو من مساريع الجنة كما بين مكة وحمير أو كما بين مكة وبصرة. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. സ്വർഗത്തിന്റെ വാതിലിന്റെ കട്ടിലകൾക്കിടയിലുള്ള ദൂരം മക്കയുടെയും ഹിമ്യറിന്റെയും അല്ലെങ്കിൽ മക്കയുടെയും ബുസ്റയുടെയും ഇടയിലുള്ള ദൂരമാണെന്ന് നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 8 കവാടങ്ങളിലും മാടി വിളിക്കുന്ന അമലുകൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ ഖാല, ആരെങ്കിലും പറയുകയാണെങ്കിൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു വ അന്ന ഈസാ അബ്ദുല്ലാഹി വ ഇബ്നു അമതിഹി വ കലിമത്തുഹു അൽഖാഹാ ഇലാ മർയം വ റൂഹും മിൻഹു വ അന്നൽ ജന്നത ഹഖ്ഖുൻ വ അന്നൻ നാറു ഹഖ്ഖുൻ വ അദ്ഖലഹു അല്ലാഹു മിൻ അയ്യി അബ്വാബിൽ ജന്ന തമാനിയത ശാഅ. അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനില്ലെന്നും അവൻ ഏകനാണെന്നും അവൻ യാതൊരു പങ്കുകാരില്ലെന്നും തീർച്ചയായും മുഹമ്മദ് അല്ലാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും തീർച്ചയായും ഈസ അല്ലാഹുവിന്റെ ദാസനും അവന്റെ ദാസിയുടെ പുത്രനും മറിയമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത അവന്റെ വചനവും അവങ്കിൽ നിന്നുള്ള ആത്മാവുമാണെന്നും സ്വർഗം സത്യമാണെന്നും നരകം സത്യമാണെന്നും ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ സ്വർഗത്തിലെ 8 കവാടങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന കവാടങ്ങളിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അല്ലാഹു അനുവദിക്കുമെന്നാണ് പറയുന്നത്. ഈ ഒരു പ്രാർത്ഥന നമ്മൾ കണ്ടെത്തി കാണാതെ പഠിച്ചു ചൊല്ലേണ്ട പ്രാർത്ഥനയാണ്. സ്വർഗത്തിലെ ഏത് കവാടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി നിർവഹിക്കുന്നവർക്കുണ്ടായിരിക്കും. ഈ മഹത്തായ അതിവിശാലമായ സ്വർണത്തിന്റെ ഇഷ്ടികകളുള്ള, വെള്ളിയുടെ ഇഷ്ടികകളുള്ള, കസ്തൂരിയുടെ ഗന്ധമുള്ള, മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള, മണ്ണുള്ള, മുത്തും പവിഴവും ചെരൽക്കല്ലായി ഇട്ടുള്ള ആ ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അതിനുള്ള വഴി എന്താണ്? ഒന്നാമത് വിശ്വാസം ശരിയാക്കണം. വിശ്വാസം ശരിയാക്കിയവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم يا ابن الخطاب اذهب ونادي في الناس ألا يدخل الجنة إلا المؤمن قال فخرجت فناديت ألا إنه لا يدخل الجنة إلا المؤمن. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖത്താബിന്റെ മകൻ ഉമർ, മുഅ്മിനീങ്ങളല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് താങ്കൾ ജനങ്ങളോട് വിളിച്ചു പറയണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറപ്പെട്ടു വിളിച്ചു പറഞ്ഞു, അറിയുക, മുഅ്മിനീങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അല്ലാഹുവിനെ മാത്രം ആരാധിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് മുഴുവൻ അച്ചട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നതിനാണ് വിശ്വാസി എന്ന് പറയുക. രണ്ടാമത്തെ കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ശരിക്കും അറിഞ്ഞ് മനസ്സിൽ ഉദ്ദേശിച്ചു പറയുക എന്നത്. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കിയിട്ടാണ് മരണപ്പെട്ടത് എങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക,
ധിക്കരിക്കാതിരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിസമ്മതം കാണിക്കാതിരിക്കുക എന്നത് സ്വർഗ്ഗത്തിലെത്താനുള്ള കാരണമാണ്. കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എൻ്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ. ഖാലു, അവർ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വമയ്യ അബ, ആരാണ് വിസമ്മതിച്ചവർ? ഖാല വമൻ അത്വഅനി ദഖലൽ ജന്ന, എന്നെ അനുസരിച്ചവർ സ്വർഗ്ഗത്തിൽ പോകും. വമൻ അസ്വാനി, ആരെന്നെ ധിക്കരിച്ചു, ഫഖദ് അബ, അവനാണ് വിസമ്മതിച്ചവൻ, അവനാണ് സ്വർഗ്ഗത്തിന്റെ പുറത്തു നിൽക്കേണ്ടവൻ. നാലാമത്തേത് നമസ്കാരം. നമസ്കാരം കൃത്യമായി നിർവഹിക്കുക എന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള ഒരു താക്കോലാണ്. മിഫ്താഹുൽ ജന്നത്തു വസ്സലാ വമിഫ്താഹുസ് സ്വലാത്തു അൽ വുളൂ. സ്വർഗ്ഗത്തിലേക്കുള്ള താക്കോൽ നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ താക്കോൽ ശുദ്ധീകരണമാണ്, വുളൂവാണ്. വുളൂവും നമസ്കാരവും ശ്രദ്ധിച്ച് അതതിൻ്റെ ഗൗരവത്തോടു കൂടി എടുത്ത് അതിൽ നിന്നും കട്ടെടുക്കാതെ അതിലുള്ള മുഴുവൻ സമയവും അല്ലാഹുവിനേക്കുള്ള സ്മരണയെ ഉണർത്തിക്കൊണ്ട് നമസ്കരിക്കുകയാണെങ്കിൽ നമസ്കാരം നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. അത് സ്വർഗം തുറക്കാനുള്ള താക്കോലാണെന്ന് മനസ്സിലാക്കണം. മൻസല്ലാ ഫർദൈനി ദഖലൽ ജന്ന, ആരെങ്കിലും ഫർദൈൻ നമസ്കരിച്ചാൽ അഥവാ ഇശാവും സുബഹിയും നമസ്കരിച്ചാൽ, ഇശാവും അസറും എന്ന് വേറെ നിവേദനത്തിൽ വന്നിട്ടുണ്ട്, ഈ ഫർദൈൻ നമസ്കരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. മസ്ജിദ്, ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ വറാഹ, അവൻ പള്ളിയിലേക്ക് ജമാഅത്ത് നമസ്കാരത്തിന് ആരെങ്കിലും പുറപ്പെട്ടാൽ, പ്രഭാതത്തിലും പ്രദോഷത്തിലും പുറപ്പെട്ടാൽ, സ്വർഗത്തിൽ അവർക്ക് വിരുന്നൊരുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരവും പള്ളിയിലേക്ക് പുറപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ രാവിലെയും വൈകുന്നേരവും വിരുന്നൊരുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വുളൂവിന് ശേഷം ദുആ ചൊല്ലുക എന്നത് നമ്മളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. മാമിൻകും മിൻ അഹദിൻ യതവല്ലാ ഫയുഹ്സിനുൽ വുളൂ ثم يقول حين يفرغ من وضوئه, ആരെങ്കിലും നല്ല നിലയിൽ വുളു എടുക്കുകയും വുളു നന്നാക്കിയതിന് ശേഷം വുളുവിൽ നിന്നും വിരമിച്ചാൽ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ഇല്ലാ ഫുതിഹത് ലഹു അബ്വാബൽ ജന്നത്തി തമാനിയ, ഈ 8 വാതിലും അയാൾക്ക് നാളെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ തുറക്കപ്പെടും. യദ്ഖുലു മിൻ അയ്യുഹാ ശാ, ഏതിലെ വേണമെങ്കിലും പ്രവേശിക്കാം. ഒരു ദിവസം 5 നേരമെങ്കിലും ചുരുങ്ങിയത് വുളുവെടുക്കുന്നുണ്ടല്ലോ, ആ വുളുവെടുക്കുന്ന സമയത്തൊക്കെ ഇത് നിരന്തരമായി പ്രാർത്ഥിക്കാൻ ശീലിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകും. ഇങ്ങനെ സ്വർഗത്തിലേക്കുള്ള വഴി കണ്ടെത്തുകയും അതിൽ പരിശ്രമിക്കുകയും ആ പ്രവർത്തനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സ്വർഗത്തെക്കുറിച്ചും അതിൽ കടക്കാനുള്ള പ്രവേശിക്കാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചു വന്നത്. സഹോദരനെ സന്ദർശിച്ചാൽ, സ്വന്തം സഹോദരനെ സന്ദർശിച്ചാൽ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ സന്ദർശിച്ചാൽ സ്വർഗത്തിൽ അവനൊരു സ്ഥാനമുണ്ടായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. ഇദാ ആദ റജുലു അഖാഹു ഔ സാറഹു ഖാല അല്ലാഹു അസ്സ വജല്ല ലഹു തിബ്ത വത്വാബ മംശാക വതബവ്വഅത മൻസിലൻ ഫിൽ ജന്ന. അവർക്ക് സ്വർഗത്തിൽ വിശാലവും പൊള്ളയുമായ ഒരു മുത്തിനാളുള്ള വീടുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അതിൽ യാതൊരു ശക്തി കോലാഹലമോ ക്ഷീണമോ ഉണ്ടായിരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അറിയിക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു കുരുവിക്കൂടിൻ്റെ അത്ര വലുപ്പമുള്ള പള്ളി നിർമ്മിച്ചാലും സ്വർഗത്തിൽ അവനൊരു വീടുണ്ടായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ആരെങ്കിലും ഒരു ദിവസം റവാത്തിബ് സുന്നത്തുകൾ 12 റക്അത്ത് നിർവഹിച്ചാൽ, അഥവാ 4 ഖബ്ല ദുഹ്രി വറകഅതൈനി വബഅദഹ,
ളുഹറിന് മുമ്പ് 4, ളുഹറിന് ശേഷം 2, അതേപോലെ മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2, സുബഹിക്ക് മുമ്പ് 2, ഇങ്ങനെ 12 റക്അത്തുകൾ നമസ്കരിച്ചാൽ അവന് സ്വർഗ്ഗത്തിൽ സ്ഥാനമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തർക്കത്തിന് ന്യായമുണ്ടായിട്ടും തർക്കിക്കാത്തവന് സ്വർഗ്ഗത്തിൽ ഒരു വീട് കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അന സഈമു ബിബൈത്തിൻ ഫി റബ്ദിൽ ജന്നം, സ്വർഗ്ഗത്തിന്റെ വക്കത്തുള്ള ഒരു വീടിനെ കുറിച്ച് ഞാൻ ഒരാൾക്ക് ജാമ്യം നിൽക്കുന്നു. ലിമൻ തറക മിറാഅൻ വൈൻകാന മുഹിക്കൻ, തൻ്റെ അടുത്ത് ന്യായമുണ്ടായിട്ടും തർക്കിക്കാൻ പോകാത്തവന് സ്വർഗത്തിന്റെ വക്കത്തൊരു വീടിനെ, തലക്കലൊരു വീടിനെ അല്ലാഹു തആല പിന്നെ നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാമ്യം നിന്നിട്ടുണ്ട്. അതേപോലെ കളവ്, തമാശക്ക് പോലും കളവ് പറയാതെ നാവിനെ സൂക്ഷിച്ചവനും അന സഈമു വബൈത്തിൻ ഫീ വസത്തിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ നടുക്കൊരു വീടിനെ ഒരാൾക്ക് വേണ്ടി ഞാൻ ജാമ്യം നിൽക്കുന്നു. ലിമൻ തറക്കൽ കദിബ്, അവൻ കളവ് പറയൽ ഒഴിവാക്കി. വൈൻകാന മാസിഹൻ, തമാശക്ക് പോലും കളവ് പറയാത്തവനായി മാറി അയാൾക്ക് സ്വർഗ്ഗത്തിന്റെ നടുക്കൊരു വീടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ സ്വർഗ്ഗത്തിന്റെ വിശാലതയും അതിന്റെ സൗകര്യങ്ങളും അതിന്റെ ജീവിത ദൈർഘ്യവും ആലോചിച്ച് സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തി ഇഖ്ലാസോടുകൂടി അത് ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല അങ്ങനെ പരിശ്രമിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടെ സ്വർഗ്ഗത്തിന്റെ ആൾക്കാരുടെ വിഭാഗങ്ങളിലേക്ക് മാറി നിൽക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ദുരിതം കൊണ്ടും ദുഃഖം കൊണ്ടും പ്രയാസം കൊണ്ടും പീഡനം കൊണ്ടും ബുദ്ധിമുട്ടുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലവും സൗഖ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين اللهم صل على محمد